ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമ കണ്ടു. ഫസ്റ്റ് ഞാൻ ധ്യാൻ ചേട്ടനോടൊരു നന്ദി പറയും. കാരണം നല്ലൊരു സിനിമ തന്നേന്. ഒരുപാട് പടങ്ങൾ ഇറങ്ങി പൊട്ടി പൊട്ടി നിന്ന ആ മനുഷ്യൻ്റെ ഒരു നല്ല സിനിമ കാണാൻ പറ്റി. സന്തോഷമുണ്ട് ധ്യാൻ ചേട്ടാ. കാരണം നിങ്ങൾ ഇനിയും ഇതുപോലത്തെ പടങ്ങൾ ചെയ്യണം, നല്ല നല്ല സിനിമകൾ ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് പടം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയുന്നു, നിങ്ങൾ നല്ല സിനിമകളും ചെയ്യണം. ബോംബുകൾ പൊട്ടിക്കാതെ ഇതുപോലത്തെ നല്ല നല്ല പടങ്ങൾ തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉജ്ജ്വലൻ എന്ന് പറയാൻ സിനിമ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കൊലപാതകം, അതായത് പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടക്കുന്ന കൊലപാതകം, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എന്നാൽ നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്, എൻഗേജിങ് ഒക്കെ തോന്നിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ശകലം കോമഡി, പിന്നെ ഒരു കൊലപാതകം, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മൂഡ് പരിപാടി. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പം അങ്ങനെയൊക്കെ പോകുന്നൊരു പരിപാടിയാണ്. നന്നായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ പ്രതീക്ഷിച്ച ഒരു സിനിമയാണ്. കാരണം ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട് വന്നപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു ഇത് എന്തായാലും ഒരു ഹിറ്റ് അടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് എനിക്ക് പ്രതീക്ഷയ്ക്കുള്ള വക കിട്ടിയിട്ടുണ്ട്. ഉജ്ജ്വലൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ദ്രനേൽ GK, രാഹുൽ ജി. എഴുത്തും അവർ തന്നെയാണ് കേട്ടോ. പിന്നെ പ്രൊഡ്യൂസർ സോഫിയ പോൾ. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന പ്രേം അക്കാട്ടും ശ്രേയാൻ ഹരൻ ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റർ ചാമാൻ ചാക്കോ. അടിപൊളി പടം. പിന്നെ അഭിനയത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ 2.0 ആ ഒരു പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ സിജു വിൽസൺ, കോട്ടയം നസീർ, റോണി ഡേവിഡ്, പുള്ളി ഒരു രക്ഷയില്ല കേട്ടാ. അടിപൊളിയായിരുന്നു. ആ ഒരു പോലീസ് കഥാപാത്രം കിടിലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സീമാജി നായരുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമീൻ ആൻഡ് ഗ്യാങ് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, സിനിമ അവസാനിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാവുള്ളൂ. കാരണം ഇത് അടുത്ത സിനിമയുടെ ഒരു ഹിൻഡ് എന്നാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എല്ലാവരും സിനിമ അങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി പോണ കണ്ടു. അപ്പോൾ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിനിമ മൊത്തവും കണ്ടിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ എന്നാണ് പറയാനുള്ളത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ മാത്രം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.